ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പാതയം നോമ്പ് ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നോമ്പ് ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 34 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്തോടാസ്പദമാക്കി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു രാജാവിൻ്റെ ഭരണകാലത്ത് ഒരു ദരിദ്രയായ വയോധികയെ അപ്പം മോഷ്ടിച്ചതിനാൽ കോടതിയിലേക്ക് കൊണ്ടുവന്നു. നിയമപ്രകാരം മോഷണം കുറ്റമായതിനാൽ അവൾക്ക് ശിക്ഷ നൽകേണ്ടതാണെന്ന് ന്യായാധിപൻ പറഞ്ഞു. രാജാവ് അവളോട് ചോദിച്ചു, നീ എന്തിനാണ് അപ്പം മോഷ്ടിച്ചത്? കണ്ണുനീരോടെ ആ അമ്മ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മകൻ രോഗിയാണ്, എൻ്റെ കൊച്ചുമക്കൾ വിശന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലായിരുന്നു. നിയമം വ്യക്തമായിരുന്നു, അതിനാൽ ന്യായാധിപൻ പിഴശിക്ഷ വിധിച്ചു. പക്ഷേ ആ സ്ത്രീക്ക് പിഴ അടയ്ക്കുവാൻ പണമില്ലായിരുന്നു. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് പ്രകാരം പറഞ്ഞു, നിയമം പാലിക്കപ്പെടണം, അതിനാൽ ആ പിഴ ഞാൻ തന്നെ അടയ്ക്കുന്നു. പിന്നീട് രാജാവ് കോടതിയിൽ ഉണ്ടായിരുന്നവരെ നോക്കി പറഞ്ഞു, ഒരു അമ്മ തൻ്റെ കൊച്ചുമകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അപ്പം മോഷ്ടിക്കേണ്ടി വരുന്ന നഗരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ രൂപ പിഴയായി അടയ്ക്കണം. അവരിൽ നിന്ന് പണം ശേഖരിച്ച് ആ സ്ത്രീക്ക് കൊടുത്തു. അവൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കുടുംബത്തെ സംരക്ഷിക്കുവാൻ മതിയായ പണം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് പോയത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവളായി മാത്രമല്ല, അപ്രതീക്ഷിതമായി നന്മ അനുഭവിച്ചവളായി കൂടെയായിരുന്നു. ഇന്നത്തെ വേദഭാഗം നമ്മോട് പറയുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ എന്നാണ്. ഈ സങ്കീർത്തനം ദാവീദ് രാജാവ് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം യഹോവയായ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. 3 ചിന്തകളാണ് ഈ സങ്കീർത്തനം നമുക്ക് പറഞ്ഞു വെക്കുന്നത്. ഒന്നാമതായി, എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയായി മാറുക. ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, യഹോവയെ സ്തുതിക്കും, അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ ഉണ്ടായിരിക്കും. ദൈവത്തെ ദാവീദ് സ്തുതിക്കുന്നത് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ്. അതിനാൽ ഈ സ്തുതി അനുഭവത്തിൽ നിന്നുള്ള സ്തുതിയാണ്. ദാവീദ് ഇവിടെ ഒറ്റയ്ക്കല്ല സ്തുതിക്കുന്നത്. പിന്നെയോ അവൻ ഇപ്രകാരം പറയുന്നു, എന്നോടുകൂടെ യഹോവയെ മഹിമപ്പെടുത്തുവിൻ. ദൈവത്തെ സ്തുതിക്കുന്നത് വ്യക്തിപരമായ ഒരു അനുഭവം മാത്രമല്ല, അത് സമൂഹത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന സാക്ഷ്യം കൂടിയാണ്. രണ്ടാമതായി, കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വാസമുള്ളവരായി തീരുക. 34 അധ്യായം 4 വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ അന്വേഷിച്ചു, അവൻ എനിക്ക് ഉത്തരം നൽകി, എൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇവിടെ യഹോവയുടെ ദൂതൻ അവനെ ഭയപ്പെടുന്നവരെ ചുറ്റി പാളയമിറങ്ങി അവരെ രക്ഷിക്കുന്നു. ഒരു സൈനിക പ്രതിരോധത്തിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ നൽകുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങളും പ്രതിസന്ധികളും യാഥാർത്ഥ്യമാണ്. പക്ഷേ അവയേക്കാൾ വലിയ യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവുമാണ്. മൂന്നാമതായി, ഈ സങ്കീർത്തനം നമുക്ക് തരുന്ന ചിന്ത, ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. യഹോവ നല്ലവൻ എന്ന രുചിച്ചറിവിൻ എന്ന് പറയുമ്പോൾ അത് ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത് മാത്രമല്ല, അവൻ്റെ നന്മ അനുഭവിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. ഇത് ദാവീദിൻ്റെ വ്യക്തിപരമായ സാക്ഷ്യത്തിൽ നിന്ന് സമൂഹത്തോട് ദാവീദ് നടത്തുന്ന ഒരു ക്ഷണമാണ്. യഹോവയുടെ നന്മ ഞാൻ രുചിച്ചറിഞ്ഞു, നിങ്ങളും രുചിച്ചറിയുവാനായിട്ട് ഒരുങ്ങി കടന്നു വരണമെന്ന്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നും കുറവുണ്ടാവുകയില്ല എന്ന് വചനത്തിൽ പറയുന്നു. അതായത് ദൈവം തൻ്റെ ജനങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ്. വിശ്വാസം ഒരു സിദ്ധാന്തമല്ല, അത് ദൈവത്തിൻ്റെ നന്മ നേരിട്ട് അനുഭവിക്കുന്ന ഒരു ജീവിതമാണ്. ദൈവം നമ്മളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.